നമസ്കാരം. ഐസിയുവിൽ നിന്ന് നേരിട്ട് ഡിസ്ചാർജ് ചെയ്യുന്ന ലോകത്തെ ആദ്യത്തെ രോഗിയായിരിക്കും നമ്മുടെ പിടലി ഉളുക്ക് മന്ത്രി വീണ ജോർജ്. കഴിഞ്ഞ 3 ദിവസം നമ്മുടെ ആരോഗ്യമന്ത്രി അതീവ ഗുരുതരമായി ആക്രമിക്കപ്പെട്ട് പരിക്കേറ്റ് 2 ആശുപത്രികളിൽ, ആദ്യം ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുപോയി. കണ്ണൂരിലെ ജില്ലാ ആശുപത്രി എന്ന് പറയുന്നത് കേരളത്തിലെ മറ്റ് ജില്ലാ ആശുപത്രികൾ പോലെയല്ല. പിണറായിയുടെ സ്വന്തം ജില്ലയിലെ സ്വന്തം നഗരത്തിലെ ആശുപത്രിയാണ്. കേരളത്തിലെ എല്ലാ ജില്ലാ ആശുപത്രികളും, എന്തിനേറെ താലൂക്ക് ആശുപത്രികൾ പോലും ആരോഗ്യരംഗത്തെ സൂര്യകിരണമാണ്. ലോകം മുഴുവൻ അസൂയയോടെ കാണുന്ന അമേരിക്കക്കാർ പോലും ചികിത്സയ്ക്ക് വേണ്ടി ഇങ്ങോട്ടെത്തുന്ന ഇടങ്ങളിൽപ്പെടും ജില്ലാ ആശുപത്രി. ആ ജില്ലാ ആശുപത്രിയിലെ ഐസിയുവിൽ ചികിത്സിച്ചിട്ട് ഭേദമാകാത്തത് കൊണ്ട് CPMന്റെ സ്വന്തം മെഡിക്കൽ കോളേജായ പരിയാരം മെഡിക്കൽ കോളേജിലെ ഐസിയുവിലേക്ക് മാറ്റി. ആ ഐസിയുവിലായിരുന്നു മന്ത്രി കഴിഞ്ഞ ദിവസം. ആ ഐസിയുവിൽ മന്ത്രിക്ക് വേദന സഹിക്കാനാവാത്തത് കൊണ്ട് ഒന്ന് പുഞ്ചിരിക്കാൻ വേണ്ടി അവിടുത്തെ ആരോഗ്യ പ്രവർത്തകർ നഴ്സുമാരുടെ നേതൃത്വത്തിൽ സെൽഫി വരെ എടുത്തു. ഒടുവിൽ അവർ വിശദീകരിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അതായത് ആ വിശദീകരണം പുറത്തു വന്നു, സെൽഫി പുറത്തു വന്നു. തല അനക്കാൻ വയ്യാത്ത, പെടലിയിൽ കോളറിട്ടിരിക്കുന്ന, മുഖ്യമന്ത്രിയെ കണ്ടിട്ട് പോലും തലയൊന്ന് പൊക്കി നോക്കാൻ കഴിയാത്ത നമ്മുടെ ബഹുമാനിയായ ആരോഗ്യമന്ത്രി വീണ ജോർജ് വളരെ കഷ്ടപ്പെട്ട് കട്ടിൽ ഉയർത്തി, അല്ലാതെ തല പൊക്കാൻ കഴിയില്ല, കട്ടിലിങ്ങനെ ഉയർത്തി വെച്ചിട്ട് ആ ഐസിയുവിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ ആരോഗ്യ പ്രവർത്തകരുമായുള്ള സെൽഫി പുറത്തു വന്നു. എന്തിനാണെന്നറിയുമോ സെൽഫി എടുത്തത്? ഒന്ന്, സെൽഫി എടുത്ത നേഴ്സ് പറഞ്ഞു മന്ത്രിയെ വേദനയിൽ നിന്നും മോചിപ്പിക്കാൻ, വേദനയുടെ ആ മുഖങ്ങൾ ഇല്ലാതാക്കാൻ മന്ത്രിക്കൊരു പിന്തുണ കൊടുത്തതാണെന്ന്. എന്ന് മാത്രമല്ല, എങ്ങനെയാണ് തല പൊക്കാനാവാത്ത മനുഷ്യൻ പുഞ്ചിരി ഐസിയുവിൽ പോലും നിലനിർത്തുന്നത് എന്ന ഒരു ചിന്ത ഈ സമൂഹത്തിന് പകർന്നു കൊടുക്കുക എന്ന ലക്ഷ്യത്തിലാണ് ആ ചിത്രം എടുത്തത് എന്ന് വിശദീകരിക്കപ്പെടുന്നു. ആ മന്ത്രിയാണ് വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് ഡിസ്ചാർജ് വാങ്ങി സ്ഥലം വിട്ടത്. സാധാരണഗതിക്ക് എല്ലായിടത്തും ആശുപത്രിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്ന സമയത്ത് തന്നെ ഡിസ്ചാർജ്. രാത്രിയിൽ നമ്മുടെ ചികിത്സ കഴിഞ്ഞാലും നമ്മളൊക്കെ പലപ്പോഴും ആശുപത്രിയിൽ, ഇത് സ്വകാര്യ ആശുപത്രിയിലാണെങ്കിലും അഡ്മിറ്റായി പോയാൽ നമുക്ക് വൈകുന്നേരം ഒരു പരിശോധന ഉണ്ടെന്ന് കരുതുക. എന്നാൽ പിന്നെ അന്ന് ഡിസ്ചാർജ് ചെയ്യാൻ കഴിയില്ല. കാരണം ആശുപത്രിയിൽ അഡ്മിൻ ജീവനക്കാർ സ്ഥലം വിട്ടിരിക്കും. അതുകൊണ്ട് പിറ്റേ ദിവസം ഈ OP ഒക്കെ കഴിഞ്ഞ് ഡോക്ടർ ഒരിക്കൽ കൂടി ഒന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഡിസ്ചാർജ് കിട്ടൂ. പക്ഷേ വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് ഐസിയുവിൽ നിന്ന് നേരിട്ട് ഡിസ്ചാർജ് ചെയ്ത് അയച്ചു. സാധാരണഗതിക്ക് ഒരു രോഗിയെ ഐസിയുവിൽ നിന്നും വാർഡിലേക്കോ റൂമിലേക്കോ മാറ്റും. ഈ വാർഡിലേക്കും റൂമിലേക്കും മാറ്റുന്നതിന് മുൻപ് ഒരു ഘട്ടം കൂടിയുണ്ട്. പ്രത്യേക പരിചരണം വേണം. ഐസിയുവിലേക്ക് തിരിച്ചു കൊണ്ടുപോകേണ്ടി വരുമോ അതോ റൂമിലേക്ക് മാറ്റുമോ എന്നറിയാൻ കുറഞ്ഞത് ഒരു ദിവസമെങ്കിലും ഒരു പ്രത്യേക വാർഡുണ്ട്, ഞാൻ ആ പേര് മറന്നുപോയി. അത് കഴിഞ്ഞ് വാർഡിലോ റൂമിലോ വന്ന് കഴിഞ്ഞ ശേഷം മാത്രമേ രോഗിയെ ഡിസ്ചാർജ് ചെയ്യൂ. പക്ഷേ ഇവിടെ ഐസിയുവിൽ നിന്ന് നേരിട്ട് ഡിസ്ചാർജ് ചെയ്ത ലോകത്തെ ആദ്യത്തെ രോഗിയായി ചരിത്ര പുസ്തകത്തിൽ ഇടം പിടിക്കുകയാണ് നമ്മുടെ മന്ത്രി. എന്നിട്ടോ കണ്ണിൽ ചോരയില്ലാത്ത നമ്മുടെ സർക്കാർ സംവിധാനം ഈ മന്ത്രിയെ റോഡ് മുഖാന്തരം കൊണ്ടുവരികയാണ്. നോക്കൂ, കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് റോഡ് പണി നടക്കുകയാണ്. ആ നശിച്ച റോഡിലൂടെ രാവിലെ 4 മണിക്ക് പുറപ്പെട്ടാൽ മന്ത്രിയുടെ ആരോഗ്യാവസ്ഥ ആലോചിച്ച് നോക്കൂ. കഴുത്തുളുക്കിയിരിക്കുകയാണ്. ഫെബ്രുവരി മാസം 25-ാം തീയതി ലോകത്തെ കഴുത്തുളുക്ക് ദിനമായി ആചരിക്കാനുള്ള പേപ്പർ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ മന്ത്രിയെ റോഡ് മാർഗം, അതായത് കാറിലൂടെ, മന്ത്രിയുടെ കാറിൽ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്ന ക്രൂരത ഇവർ നടത്തുന്നത്. അത് കഠിനമല്ലേ? ഈ ഐസിയുവിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത മന്ത്രിയെ ഹെലികോപ്റ്ററിലോ പ്രത്യേകം ചാർട്ട് ചെയ്ത വിമാനത്തിലോ കൊണ്ടുവരേണ്ടതാണ്. പിണറായി വിജയൻ അതിനൊന്നും ഒരു പ്രയാസമല്ല. ശതകോടികൾ ഇവിടെയുള്ള PR-ന് വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി തൻ്റെ മന്ത്രിസഭയിലെ ഒരു വനിതാ മന്ത്രിയോട് ചെയ്തത് ദ്രോഹമാണ്. പ്രത്യേകം ചാർട്ടർ ചെയ്ത് വിമാനത്തിൽ കൊണ്ടുവരേണ്ടതായിരുന്നു. പകരം റോഡ് വഴി എത്തിച്ചിരിക്കുന്നു. മന്ത്രി ഇവിടെ എത്തുമ്പോൾ എന്തായിരിക്കും മന്ത്രിയുടെ അവസ്ഥ? ഇനി എത്ര ദിവസം വീണ്ടും ഐസിയുവിൽ കഴിയേണ്ടി വരും? വളരെയധികം സങ്കടവും നിരാശയുമുണ്ട് നമ്മുടെ മന്ത്രിയോട് ഇങ്ങനെ ചെയ്തതിന്. ഇതൊക്കെയാണ് വാസ്തവമെങ്കിലും നമ്മുടെ പോലീസ് ആകപ്പാടെ പുലിവാലി പിടിച്ചിരിക്കുക. മന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ചു എന്ന ഗുരുതരമായ കുറ്റമാണ് 5 പിള്ളേർക്കെതിരെ ചുമത്തിയതും അവരെ പിടിച്ച് ജയിലിൽ അടച്ചതും. ഈ FIR കണ്ട് കോടതി വാപൊളിച്ചു പോയി. ഈ നാട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? ഒരു മന്ത്രി, അതും ഒരു വനിതയായ മന്ത്രിയെ പട്ടാപ്പകൽ തടഞ്ഞു നിർത്തി ആക്രമിക്കുന്നു. അത് മാരകായുധം കൊണ്ട് കഴുത്തിന് വെട്ടുന്നു. ആ വെട്ടിൻ്റെ മൂർച്ച അല്പം കൂടിപ്പോയിരുന്നെങ്കിൽ മന്ത്രി ജീവനോടെ ഉണ്ടാവുമായിരുന്നില്ല. അങ്ങനെ അതിക്രൂരമായി മന്ത്രിയെ വേട്ടയാടിയ ഈ പയ്യന്മാരെ അപ്പോൾ തന്നെ പിടിച്ച് ജയിലിലിട്ടു. കോടതിയെ സംബന്ധിച്ചിടത്തോളം 14 ദിവസമേ ഒരാളെ റിമാൻഡ് ചെയ്യാൻ പറ്റൂ. അതല്ല, 14 വർഷം റിമാൻഡ് ചെയ്യാൻ നിയമമുണ്ടായിരുന്നെങ്കിൽ ഈ 5 പിള്ളേരെയും 14 വർഷത്തേക്ക് റിമാൻഡ് ചെയ്യുമായിരുന്നു. കാരണം നിങ്ങൾ FIR കാണും. ഇതാണ് FIR-ൽ മന്ത്രിക്ക് സുരക്ഷ ഒരുക്കേണ്ട ഗൺമാൻ പറഞ്ഞിരിക്കുന്നു. ഗൺമാന്റെ മൊഴിയുണ്ട് പോലീസ് എടുത്തിരിക്കുന്നത്. ഗൺമാൻ പറഞ്ഞിരിക്കുന്നു
തന്നെ മർദ്ദിച്ച് അവശനാക്കി മാറ്റിയിട്ടിട്ടാണ് മന്ത്രിയെ ആക്രമിച്ചത്. ഗവൺമെന്റ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഈ ഗവൺമെന്റ് തോക്കുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നെങ്കിൽ ആ തോക്കിന് എന്ത് പറ്റിയെന്ന് ചോദ്യമൊന്നും പാടില്ല. പിണറായിയുടെ കാലത്ത് തോക്കിന് ഉണ്ട മേടിക്കാൻ പണം ഉണ്ടാവില്ല. അങ്ങനെ ഗവൺമെന്റ് മൊഴിയുണ്ട്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തിരിക്കുന്നു. ആ FIR-ൽ സംഭവത്തെക്കുറിച്ചൊരു ലഘു വിവരണമുണ്ട്. അതിന്റെ തീവ്രതയേറിയ വിവരണം ഈ പരാതിക്കാരനായ അഭിലാഷ് എന്ന് പറയുന്ന ഗൺമാനിൽ നിന്നും എടുത്തിട്ടുണ്ട്. പോലീസുകാരനാണ്. കൂടാതെ മന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. FIR നിങ്ങൾ കാണണം. FIR-ൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഇന്ന് 25/02/2026 തീയതി 15:15 മണിക്ക് ബഹുമാനപ്പെട്ട കേരള ആരോഗ്യമന്ത്രി വീണ ജോർജും പരാതിക്കാരനായ ഗൺമാനും കൂടി തിരുവനന്തപുരത്തേക്ക് വന്ദേ ഭാരത് എക്സ്പ്രസിൽ പോകുന്നതിനായി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിന്റെ എൻട്രൻസിൽ എത്തിയ സമയം കുറ്റം ചെയ്യണമെന്ന ഉദ്ദേശത്തോടും കരുതലോടും കൂടി ന്യായവിരുദ്ധമായി ഏതോ ആയുധവുമായി സംഘം ചേർന്ന് 1 മുതൽ 5 കൂടിയ KSU പ്രവർത്തകരായ പ്രതികൾ റെയിൽവേ സ്റ്റേഷനിൽ അതിക്രമിച്ച് കയറി കരിങ്കൊടി കാണിച്ച് മന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചും കൊല്ലട എന്ന് ആക്രോശിച്ചുകൊണ്ടും എന്തോ ആയുധം ഉപയോഗിച്ച് മന്ത്രിക്ക് നേരെ ചാടി വീണ് കഴുത്തിന് ആക്രമിക്കുകയും തടയാൻ ശ്രമിച്ച പരാതിക്കാരനെ കൈകൊണ്ടടിക്കുകയും തടഞ്ഞു വെക്കുകയും ചെയ്യുകയും പരാതിക്കാരനെയും മന്ത്രിയുടെയും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു എന്നും മറ്റും. എന്തൊക്കെ കുറ്റമാണ് പിള്ളേർ ചെയ്തത്? ഒരായുധവുമായി ഓടിയെത്തുന്നു, കൊല്ലട എന്ന് ആക്രോശിച്ചുകൊണ്ട് ചാടിയിറങ്ങുന്നു, മന്ത്രിയെ രക്ഷിക്കാൻ ശ്രമിച്ച ഗൺമാനെ അടിച്ചവശനാക്കുന്നു, എന്നിട്ട് ആയുധം കൊണ്ട് മന്ത്രിയുടെ കഴുത്തിലേക്ക് ഇവർ ആക്രമിക്കുകയാണ്. എന്തൊരു ക്രൂരതയാണ് പിള്ളേർ ചെയ്തത്! ഇത് കണ്ടാണ് കോടതി പിടിച്ച് ജയിലിലിട്ടത്. ഇത്രയും ക്രൂരത സംഭവിച്ചിട്ടാണ് മന്ത്രി ICUവിൽ നിന്നും റോഡ് മാർഗം ഇതിലേക്ക് വിടുന്നതെന്ന് ഓർക്കണം. മന്ത്രിയുടെ ആരോഗ്യത്തെക്കുറിച്ച്, ആയുസിനെക്കുറിച്ച് എനിക്ക് വിഷമമുണ്ട്. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. പോലീസ് ഇപ്പോൾ ഇരുട്ടിൽ തപ്പുകയാണ്. പോലീസുകാർ സകല CCTV പരിശോധിച്ച് നോക്കി. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ 55 CCTVകളുണ്ട്. ഈ 55 CCTV പരിശോധിച്ച് നോക്കി. കൂട്ടത്തിൽ ഒരു കാര്യം പറയട്ടെ, റെയിൽവേ പോലീസ് എന്നൊക്കെയാണ് മാധ്യമങ്ങൾ എഴുതുന്നത്. അത് തെറ്റിദ്ധരിപ്പിക്കാനുള്ള രീതിയാണ്. റെയിൽവേ പോലീസ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ഓർക്കും, അയ്യോ റെയിൽവേ പോലീസ് കേന്ദ്രത്തിന്റെ കീഴിലാണല്ലോ. അങ്ങനെയല്ല കേട്ടോ. റെയിൽവേ പോലീസ് എന്ന് പറയുന്നത് കേരള പോലീസിന്റെ കീഴിലുള്ള സംവിധാനമാണ്. മറ്റേത് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സാണ്. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് എല്ലാ റെയിൽവേ സ്റ്റേഷനോടും ചേർന്നവർക്ക് ഒരു യൂണിറ്റ് ഉണ്ട്. സ്റ്റേഷൻ പലയിടങ്ങളിൽ, ഇപ്പോൾ തിരുവനന്തപുരം ഭാഗത്തുള്ളതെല്ലാം കൊല്ലത്താണ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ ഓഫീസ്. അത്തരത്തിൽ ചിലയിടങ്ങളിലേ ഉള്ളെങ്കിലും എല്ലായിടത്തും അവർക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്. പക്ഷേ റെയിൽവേ പോലീസ് എന്നിവർ പറയുന്നത് കേരള പോലീസിന്റെ എല്ലാ റെയിൽവേ സ്റ്റേഷൻ സുരക്ഷയോടും ചേർന്നുള്ള ഒരു പോലീസ് സ്റ്റേഷനാണ്. ആ പോലീസ് സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടും റെയിൽവേ ലൈനിലുമുള്ള കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ്. ഇതൊരു കുറ്റകൃത്യമാണ്. അതുകൊണ്ട് അത് പിണറായിയുടെ പോലീസ് തന്നെയാണ്, അല്ലാതെ റെയിൽവേ പോലീസ് അല്ല. അത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയാണ്. നമ്മൾ ഈ പോലീസിന്റെ ട്രാൻസ്ഫർ ലിസ്റ്റ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അറിയാം, എല്ലാ പ്രധാനപ്പെട്ട സ്റ്റേഷനുകളിലേക്കും എല്ലാ ജില്ലാ സ്ഥാനത്തും ഒരു റെയിൽവേ പോലീസ് സ്റ്റേഷനുണ്ട്. അവരുടെ പണി എന്ന് പറയുന്നത് റെയിൽവേയുടെ അധികാര പരിധിയിൽപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുകയും നടപടിയെടുക്കുകയുമാണ്. പക്ഷെ വിചിത്രമായൊരു സംഗതി ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് FIR നോക്കണം, ഞാനത് എടുത്തു കാണിക്കാം. സംഭവം നടന്ന സ്ഥലവും പോലീസ് സ്റ്റേഷനും തമ്മിലുള്ള അകലം 10 കിലോമീറ്ററാണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാണ് സംഭവം ഉണ്ടായത്. ഈ കണ്ണൂർ റെയിൽവേ പോലീസിന്റെ സ്റ്റേഷനിൽ ഇരിക്കുന്നത് റെയിൽവേ സ്റ്റേഷന് 10 കിലോമീറ്റർ അകലെയാണ്. വളരെ വിചിത്രമാണത്. പിന്നെ എന്തിനാണ് നിങ്ങൾ റെയിൽവേ പോലീസിന് പേരിടുന്നത്? അതിന്റെ ആവശ്യം എന്താണ്? ഇതിനേക്കാൾ അടുത്ത് വേറെ പോലീസ് സ്റ്റേഷൻ ഉണ്ടല്ലോ. വളരെ വിചിത്രം. വേറൊരു വിചിത്ര സംഗതിയുണ്ട്. 3:15 സംഭവം നടന്നത്. പോലീസ് വിവരം അറിയുന്നത് രാത്രി 9:30-ാണ്. ഈ FIR-ലെ കാര്യം ഞാൻ പറയുന്നത്. ഒന്നുകൂടിയുണ്ട്, മന്ത്രിയുടെ പ്രായത്തെക്കുറിച്ചൊരു ആശങ്ക. പ്രായം എഴുതി വെച്ചിരിക്കുന്നുണ്ട് 45-55. 45-നും 55-നും ഇടയിലാവാം. മന്ത്രിയുടെ പ്രായം ചോദിക്കാൻ ധൈര്യമില്ലല്ലോ. പ്രായം ചോദിച്ചാൽ ചിലപ്പോൾ സസ്പെൻഷൻ കിട്ടുമല്ലോ. എന്തായാലും ഇതൊക്കെയാണ് ഈ FIR-ലെ പ്രത്യേകത. പോലീസ് FIR എഴുതി വെച്ചു, വലിയ വധശ്രമം എന്ന് പറഞ്ഞു, കുട്ടികളെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു. പക്ഷെ പോലീസിന്റെ ഒരു CCTV-യിലും ഇതില്ല. ചാനലുകാരോട് ചോദിച്ചു, ഇല്ല. അവിടെ മൊബൈൽ റെക്കോർഡ് ചെയ്തവരോട് ചോദിച്ചു, ഇല്ല. ദൃക്സാക്ഷികളോട് ചോദിച്ചു, അവരൊക്കെ പറയുന്നു ഇത് തട്ടിപ്പാണ്. പോലീസ് എന്ത് ചെയ്യും? അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിക്കുന്നു. കാരണം നിരപരാധികളായ കുട്ടികളെ പ്രതിഷേധിച്ചതിന് പുറത്ത് അറസ്റ്റ് ചെയ്ത് വധശ്രമവും റെയിൽവേ ആക്റ്റും ഉപയോഗിച്ച്, അതും ആയുധം ഉപയോഗിച്ചുള്ള വധശ്രമം ഒക്കെ ചാർത്തിക്കൊണ്ടുപോയി അവരെ ജയിലിൽ അടച്ചിട്ട് ഇതിനൊന്നും തെളിവില്ലെങ്കിൽ പണി കിട്ടുന്ന ആർക്കാ? മന്ത്രിക്കും പാർട്ടിക്കാർക്കുമല്ല. അവർക്ക് കൊടി പിടിച്ചാൽ മതി, അവർക്ക് പ്രതിഷേധിച്ചാൽ മതി, അവർക്ക് തല്ലി തകർത്താൽ മതി. പണി കിട്ടുന്നത് പോലീസിനാണ്. BNS-ൽ അങ്ങനെ ഒരു വകുപ്പുണ്ട്. വ്യാജമായി റിപ്പോർട്ട് കൊടുത്താൽ പോലീസിന് പണി കിട്ടും. പരാതി കിട്ടിയതനുസരിച്ച് FIR ഇടാൻ കുഴപ്പമൊന്നുമില്ല. ഇതുവരെ കുഴപ്പമൊന്നുമില്ല. സോ ഫാർ സോ ഗുഡ്. പക്ഷേ ഈ പരാതിയുടെ അന്വേഷണം പൂർത്തിയാക്കി കൊടുക്കുമ്പോൾ
ഇവിടെ ഇതെല്ലാം തെളിയിക്കണം, സത്യം പറയണം. മാരകായുധം ഉണ്ടായിരുന്നില്ല, മർദ്ദിച്ചിട്ടില്ല, തൊട്ടിട്ടില്ല എന്ന് പറയണം. പറഞ്ഞ കേസ് ചീറ്റി. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, പാർട്ടിക്കാർ കലിക്കും, അവർ ഇല്ലാതാക്കും. കള്ളക്കേസിൽ കുടുക്കി, പെണ്ണുകേസിൽ കുടുക്കി ആ CIM സംഘത്തെ നാറ്റിച്ച് നശിപ്പിക്കും. പിന്നെ അവർക്ക് ഒരിക്കലും കരിയർ ഉണ്ടാവില്ല. ഇനി തിരിച്ച് ഈ പാർട്ടിക്കാർ പറയുന്നത് പോലെ ഈ കള്ളമെല്ലാം ശരിയാണെന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്താലോ വലിയ പണി കിട്ടിയെന്ന് വരാം. കാരണം എന്തെങ്കിലും പിള്ളേർ പുറത്തിറങ്ങുമല്ലോ. പുറത്തിറങ്ങി കഴിഞ്ഞ് പിള്ളേർ കേസുമായി മുമ്പോട്ട് പോയാൽ പണിയാകും. മാത്രമല്ല LDFന് പകരം UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ പിന്നെ നോക്കി വയ്ക്കും. ഇതുപോലൊരു പ്രതിസന്ധി പോലീസിന് ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. അതുകൊണ്ട് ഇപ്പോൾ പോലീസ് ചെയ്യുന്നത് എന്താണെന്നറിയാമോ? പരിശോധിച്ച് ഡോക്ടർമാരെ കാണുക. MRI സ്കാനൊക്കെ നടത്തിയിട്ടുണ്ടല്ലോ, സ്വന്തം CPMന്റെ സ്വന്തമാണല്ലോ, അവരുടെ മൊഴി എടുക്കുക, അവരെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിക്കുക. അപ്പോൾ പിന്നെ രക്ഷപ്പെട്ടല്ലോ. അവർക്കും പേടിയാണ്, പക്ഷെ പറയാതിരിക്കാൻ കഴിയില്ല. എങ്കിലും അവർ പറയുന്നു കഴുത്തിന് വേദനയുണ്ട്, വേദന കൈകളിലേക്ക് പടർന്നു. എങ്ങനെയാണ് ആ വേദന ഉണ്ടായത്, എങ്ങനെയാണ് ആക്രമിച്ചത് എന്ന് ഡോക്ടർമാർക്കും അറിയില്ല. പറയുന്നില്ല, പോലീസ് കണ്ടെത്തിക്കോളൂ എന്ന് അവർ പറയുന്നത്. ഡോക്ടർമാരും പോലീസും അങ്ങോട്ടും ഇങ്ങോട്ടും പഴി പറയുന്നു. എൻ്റെ പൊന്നു ഡോക്ടർമാരെ, നിങ്ങളെ പോലീസുകാരുടെ നിസ്സഹാവസ്ഥ ഓർക്കണം. അവർക്ക് സത്യം പറഞ്ഞ പണി തെറിക്കും. നിങ്ങൾക്ക് അത്രയും കുഴപ്പമില്ല. അതുകൊണ്ട് ദയവായി നിങ്ങൾ അവരെ ഉപദ്രവിക്കരുത് എന്ന് മാത്രമാണ് അപേക്ഷ. പക്ഷെ പോലീസ് പുലിവാല് പിടിച്ചിരിക്കുകയാണ്. ഈ കേസ് അന്വേഷിച്ച് തെളിയിച്ചില്ലെങ്കിൽ പണി കിട്ടുമെന്ന് പോലീസിനറിയാം. എങ്ങനെ തെളിയിക്കും? ഒരു തെളിവുമില്ല. മന്ത്രി ആരെങ്കിലും ആക്രമിച്ചാലല്ലേ ആക്രമിച്ചതിന് ദൃശ്യങ്ങൾ കിട്ടൂ, തെളിവ് കിട്ടൂ. ഇപ്പോഴിതാ അത്തരമൊരു ദൃശ്യം പുറത്തുവിടുന്നവർക്ക് 1 പവൻ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ്സുകാർ. മന്ത്രി ആക്രമിക്കുന്ന ദൃശ്യം ആർക്കും പുറത്തുവിടാം. CPMകാർ പറയുന്ന മന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ച നമ്മൾ വളരെ വിചിത്രമാണ് സംഗതി. ഇന്നലത്തെയും ദേശാഭിമാനം നോക്കണം. ഇന്നലത്തെ ദേശാഭിമാനിയാണ്. മന്ത്രി വീണ ജോർജ് ICUവിൽ. യൂത്ത് കോൺഗ്രസ് KSU ക്രിമിനലുകൾ റെയിൽവേ സ്റ്റേഷനിൽ വളഞ്ഞിട്ട് ആക്രമിച്ചു. കഴുത്തിനു ക്ഷതമെന്ന് വിദഗ്ധ സംഘം. തിരുവനന്തപുരത്തെ വീട്ടിൽ റീത്ത് വെച്ചു. കണ്ണൂരിൽ അപായ നീക്കം. 5 KSU നേതാക്കൾ അറസ്റ്റിൽ. കൈക്കും പരിക്ക്. മുഖ്യമന്ത്രി ജില്ലാ ആശുപത്രിയിൽ സന്ദർശിച്ചു. മന്ത്രിയെ ബുധൻ രാത്രി പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അക്രമം ആസൂത്രിതം. കോൺഗ്രസിന്റെ ഹീന രാഷ്ട്രീയം. എങ്ങനെയുണ്ട്? 1-ാം പേജിലെ ഇന്നലത്തെ വാർത്തയാണ്. അകത്ത് മുഴുവൻ ഇതാണ് കേട്ടോ. എങ്ങനെ തല്ല് മേടിച്ചു, നിർത്തിയിട്ടില്ല. നാട്ടുകാരെല്ലാം ഓടി നടന്ന് തെറി വിളിച്ചിട്ടും ഈ പണിയാർ അവസാനിപ്പിച്ചിട്ടില്ല. ഇതാ ദേശാഭിമാനി ഇന്നത്തെ. ആക്രമണം ആസൂത്രിതം. വീണ ജോർജ് ICUവിൽ തുടരുന്നു. രാവിലെ 4 മണിയായപ്പം വീണ ജോർജ് ICUവിൽ നേരിട്ട് ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന ഇവരറിഞ്ഞില്ലല്ലോ. എഴുതിയിരിക്കുന്നു ICUവിൽ തുടരുന്നു, ഗുരുതരാവസ്ഥ. ലക്ഷ്യം വികസന ചർച്ച തടയൽ. വ്യാജപ്രണത്തിന് AI ചിത്രം. സംസ്ഥാനത്താകെ പ്രതിഷേധം. കൊല്ലടാ എന്ന് ആക്രോശിച്ചു പാഞ്ഞെടുത്തു. ഹോ, എന്താ ഒരു സ്ഥിതി നമ്മുടേത്. എൻ്റെ പൊന്ന് സഖാക്കളെ, അല്പമെങ്കിലും ഒരു ഉളുപ്പ് നിങ്ങൾക്ക് വേണം. ഈ പാവപ്പെട്ട മനുഷ്യർ, നിങ്ങളുടെ സഖാക്കളൊക്കെ അടിമകളാവും. ഈ പറഞ്ഞ പൊട്ടത്തരൊക്കെ വിശ്വസിക്കും. പക്ഷേ കാലം ഒരുപാട് മാറി. എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോണുണ്ട്. ആ മൊബൈൽ ഫോണിൽ എല്ലാ വിവരങ്ങളും ലഭിക്കും. നിങ്ങൾ ഈ വാർത്തയുടെ അടിയിൽ, നിങ്ങളുടെ സഖാക്കളിടുന്ന പോസ്റ്റിനടിയിൽ, പത്രവാർത്തയുടെ അടിയിൽ വരുന്ന കമന്റുകൾ വായിച്ചു നോക്കും. ഒരുത്തനെങ്കിലും ഈ വീണ ജോർജിനെയോ പാർട്ടിയോ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ കൊള്ളായിരുന്നു. ആരുമില്ല. ഇതുപോലെ തകർന്നടിഞ്ഞു പോയ ഒരു PR സ്റ്റണ്ട് വേറെ ഉണ്ടായിട്ടില്ല. ഇനിയെങ്കിലും ഈ നാണക്കേടിൽ തലയൂരാൻ നോക്ക്. നിങ്ങൾ ഇതിലിങ്ങനെ കടിച്ചു തൂങ്ങിക്കിടന്ന ഉള്ള സഖാക്കൾ പോലും ഇതുപോലെ നുണ പറയുന്ന ഒരു പാർട്ടിയും സർക്കാരും വേണ്ടെന്ന് പറയും. ദയവായി ചീറ്റിപ്പോയ ഈ PR സ്റ്റണ്ട് അവസാനിപ്പിക്കുക. വേറെ പണി നോക്കുക. ഇത് എത്ര ചർച്ചയായി നിൽക്കുന്നോ അത്രയും ഈ സർക്കാരിന് എതിരാണെന്ന് തിരിച്ചറിയുക. ഒറ്റ കാര്യം മാത്രം ഓർക്കുക, ഒരു മന്ത്രിയെ സംരക്ഷിക്കാൻ പോലും നിങ്ങളുടെ പോലീസിനും നിങ്ങളുടെ സർക്കാരിനും കഴിയുന്നില്ലെങ്കിൽ എന്താ പിന്നെ നിങ്ങളുടെ പണി? പിന്നെ എങ്ങനെ സാധാരണ പൗരന്റെ ആരോഗ്യവും ജീവനും നിങ്ങൾ സംരക്ഷിക്കും? 100 പോലീസുകാരുടെ അകമ്പടിയിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്ന ഒരു മന്ത്രിയെ 5 പിള്ളേരെ ഒരു കരിങ്കൊടി കൊണ്ട് അടിച്ച് അവശരാക്കിയെങ്കിൽ പിന്നെ ഈ നാട്ടിലെ സാധാരണ മനുഷ്യന് എന്ത് സുരക്ഷയാണുള്ളത്? നിങ്ങൾ ഈ വിഡ്ഢിത്തം അവസാനിപ്പിക്കൂ. നാണക്കേട് കൊണ്ട് ഇതൊക്കെ പറയുന്ന ഞങ്ങൾക്ക് പോലും തല കുനിയുന്നുണ്ട്. നിങ്ങൾക്ക് പിന്നെ ഉളുപ്പില്ലാത്തത് കൊണ്ട് അങ്ങനെ തല കുനിയുന്ന കാര്യമില്ലല്ലോ. എപ്പോഴും കുനിഞ്ഞാണല്ലോ ഇരിക്കുന്നത്.